ഹായ്, ഇന്ന് നമ്മൾ മുടി കൊഴിച്ചിൽ, താരൻ, ഉന്മേഷക്കുറവ്, ഉറക്കക്കുറവ്, മുടി തിങ്ങി വളരുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നല്ലോണം കഴുകി ഉണക്കിയെടുക്കണം. ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് ഒപ്പിയെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ. നാടൻ കറിവേപ്പില എടുക്കാൻ ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില വാങ്ങിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ കറിവേപ്പില കഴുകി ഉണക്കിയെടുത്തതാണ്. ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് കറിവേപ്പില, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. അത് കാണിക്കാൻ മറന്നതാണ്. ഉലുവ എന്നിവ ചേർത്ത് നല്ലോണം പൊടിച്ചെടുക്കാം. ഈ പരുവത്തിൽ പൊടിച്ചെടുക്കണം. ഒരു കട്ട പോലും പാടില്ല. നല്ല തിന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കും. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റാം. വേറൊരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിലോട്ട് 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം നമ്മൾ ഈ കറിവേപ്പില ഉലുവൻ്റെ മിക്സ് ഇതിലോട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണൻ്റെ ഈ മിക്സും അതുപോലെ തന്നെ കറിവേപ്പില ഉലുവൻ്റെ ആ മിക്സും നല്ലോണം യോജിക്കുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇത് കുറുക്കിയെടുക്കാം. നമുക്ക് ഗ്യാസിലോട്ട് വെച്ചതിന് ശേഷം ഇത് നല്ലോണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം ഇത് നമുക്ക് ഇളക്കി കൊടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ എണ്ണ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ചെറുപ്പക്കാർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓയിലാണ്. ഇതിന് 100% റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇത് കുറുകിയൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം. അപ്പോൾ ഈ പാകത്തിൽ അപ്പോൾ ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതപ്പോൾ ചെറുതായിട്ട് ഇത് കുറുകി വന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒരു 2 മിനിറ്റും കൂടി ഇളക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഈ പരുവത്തിൽ വേണം എണ്ണ കിട്ടാൻ. ഈ ഒരു കളറിലാണ് ഈ എണ്ണ കിട്ടുക. അതിനുശേഷം നമുക്കൊരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലോട്ട് ഈ ഓയിൽ അരിച്ച് മാറ്റാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. താങ്ക് യു.